നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോയിലോട്ട് പോവാം. ഇത് പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. ഞാനിത് ചെയ്ത സമയത്ത് നിങ്ങളുമായി ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് കക്കരിക്ക വെച്ചിട്ടാണ്. ഒരു വലിയ കക്കരിക്ക ഞാൻ തൊലിനൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കക്കരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ്. ഏകദേശം ഇവിടെ ഞാനൊരു 1.5 കപ്പ് പാലെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു 1/2 കപ്പ് പാലിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് കസ്കസ് ആണ്. അപ്പോൾ കസ്കസ് ഞാനൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഈ ഒരു കസ്കസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഒരു ടേബിൾ സ്പൂൺ കസ്കസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കക്കരിക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് അടിഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് 1/4 കപ്പോളം പാൽ മതിയാവും. ഇതൊന്ന് കവർ ചെയ്ത് കിട്ടുന്നത് വരെ ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത്രയും പാൽ മതി നമുക്ക് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ട് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് പാലിലൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 6-7 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ കക്കരിക്ക ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാല് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 കപ്പ് ടു 1 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം കട്ടിയിൽ ഇത് വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം മരിപ്പയിലൂടെ. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാല് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത പാൽ, അതുപോലെ തന്നെ കുറച്ച് കട്ടയോട് കൂടിയ പാലും ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ജ്യൂസ് ഇവിടെ അരിപ്പയിലൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നല്ലോ, അത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നമുക്കിതിലേക്കൊന്ന് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കക്കരിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം കട്ടിയൊന്നും ഇല്ലാത്തൊരു ജ്യൂസാണിത്. കുറച്ച് ലൂസായിട്ടുള്ളൊരു ടൈപ്പ് ജ്യൂസാണ്. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.